ഞാനൊരു ടൈം മെഷീൻ കണ്ടുപിടിച്ച് ഒരു 2 തലമുറ പുറയിലേക്ക് ടൈം ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ കണ്ടുമുട്ടിയെന്ന് വിചാരിക്കാം. ആ സമയത്ത് മൂപ്പര് ഒരു പെണ്ണ് അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ സമയത്ത് ഞാൻ അവിടെ ഒരു ബ്രോക്കറായിട്ട് ആക്ട് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ബ്രോക്കറായ ഞാൻ എൻ്റെ ഒറിജിനൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെയും എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇങ്ങനെ വേർതിരിച്ച് വിട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിട്ടു എന്ന് വിചാരിക്കുക. അതായത് അവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഞാൻ അവിടെ ഒഴിവാക്കി വിട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ നിമിഷം പോലും ഫ്യൂച്ചറിലേക്ക് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് എൻ്റെ ഗ്രാൻഡ് ഫാദർ ജനിക്കരുത്, എൻ്റെ ഗ്രാൻഡ് ഫാദറിനും എൻ്റെ മമ്മി ജനിക്കരുത്. അതോടൊപ്പം തന്നെ ഒരു 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ജനിക്കരുത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഞാൻ ജനിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സിസ്റ്റൻസ് നമ്മുടെ ഭൂമിയിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ടൈം ട്രാവൽ ചെയ്ത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്? ടൈം ട്രാവൽ ചെയ്തത് ഞാനാണ്, പക്ഷെ ഞാൻ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ജനിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത്? ഞാനിപ്പോ ഈ പറഞ്ഞത് പ്യുവർലി ഒരു പാരഡോക്സ് മാത്രമാണ്. ഇതിനെയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ടൈം ട്രാവൽ ടു ദ പാസ്റ്റ് ശരിക്കും പോസിബിൾ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു പാരഡോക്സ് ആണ് ശരിക്കും ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇതുകൂടാണ്ട് വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ട്. ഷേക്സ്പിയറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഓതറാണ് കൺസിഡർ ചെയ്യുക. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഞാനിപ്പോ വാങ്ങിച്ചു എന്ന് കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ബുക്ക് എടുത്ത് ഒരു ടൈം മെഷീനിൽ കയറി ഷേക്സ്പിയർ ഈ ബുക്ക് എഴുതുന്നതിന് മുമ്പുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഞാൻ വന്നു എന്ന് വിചാരിക്കാം. അതിനുശേഷം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഓടി നടന്ന് ഷേക്സ്പിയറിനെ കണ്ടുപിടിക്കുകയും ഈ പറയുന്ന ഷേക്സ്പിയർ തന്നെ എഴുതിയ ബുക്ക് ഷേക്സ്പിയറിനെ അതിൽ കൊടുത്തു എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന്റെ വർക്ക് ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. അതിനുശേഷം ഷേക്സ്പിയർ അത് അദ്ദേഹത്തിന്റെ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. ഫ്യൂച്ചറിലുള്ള ഞാൻ കൊടുത്ത ബുക്കാണ് ഷേക്സ്പിയറിന്റെ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തത്. അതായത് അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളൊന്നും ശരിക്കും ഷേക്സ്പിയറിൻ്റെതല്ല, അത് വേറെ എവിടുന്നോ ഉള്ള ആരുടെ ഒരു ബുക്കാണ് ശരിക്കും. ഈ ബുക്ക് ശരിക്കും എഴുതിയത് ആരാണ് ശരിക്കും ഈ ബുക്കിന്റെ ഓതർ? ഈ ഒരു പാരഡോക്സിനെയാണ് ശരിക്കും ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഇതൊരു തരത്തിലുള്ള ഒരു ലൂപ്പ് പോലെ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറി എല്ലാം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൂപ്പ് പോലെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇതിനെ ബൂട്ട് സ്ട്രാപ്പ് ലൂപ്പ് പാരഡോക്സ് എന്നും വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന 2 പാരഡോക്സ് എടുത്തു വെച്ചിട്ടാണ് ടൈം ട്രാവൽ ടു ദ പാസ്റ്റ് ശരിക്കും ഇറലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഈ പാരഡോക്സിനുള്ള കൃത്യമായ ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു സിമ്പലിന്റെ അർത്ഥം എന്താണ്? ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ഇന്റഗ്രേഷനിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിമ്പിളാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഒട്ടുമിക്കവർക്കും ആ ഇൻഫിനിറ്റി 2 കാറ്റഗറി ആണെന്നുള്ള കാര്യം അറിയില്ല. അതായത് കൗണ്ടബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി ഉണ്ട്, പിന്നെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി ഉണ്ട്. കൗണ്ടബിൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ എത്ര സ്റ്റാർസ് ഉണ്ടെന്നൊക്കെ ശരിക്കും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും, കൺഫേം ആണ് ആ കാര്യം. പക്ഷെ നമ്മളത് പറയുമ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റാർസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഗാലക്സി എന്നൊക്കെ പറയുള്ളൂ. കാരണം നമുക്ക് അതിന്റെ നമ്പർ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷനാണ് നമ്മൾ കൗണ്ടബിൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എത്ര ഉറുമ്പുണ്ടെന്നുള്ള കാര്യം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതൊരു ഫൈനൈറ്റ് നമ്പർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഉറുമ്പുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളത്, നമ്മുടെ ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടെന്നുള്ളത് അതൊക്കെ നമുക്ക് ഒരു ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നേരെ മറിച്ച് അൺകൗണ്ടബിൾ ഇൻഫിനിറ്റി എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു സ്കെയിലിന്റെ ആദ്യത്തെ 1 സെന്റിമീറ്റർ എടുക്കാം. ആ 1 സെന്റിമീറ്ററിന്റെ അകത്ത് തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഒട്ടുമിക്കവർക്ക് അറിയില്ല. അതായത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് സ്കെയിൽ നോക്കുകയാണെങ്കിൽ 10 മില്ലിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ 1 മില്ലിമീറ്റർ ആണെങ്കിൽ എത്ര തവണ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും? അതിന് കുറച്ചുകൂടി ലീസ്റ്റ് ആയിട്ടുള്ള കൗണ്ട് അതിനകത്ത് ഉണ്ടാവും. അതായത് 0.01 mm, 0.02, 0.03 mm എന്ന് പറഞ്ഞാൽ 0.09, 0.1 mm വരെ ആയിരിക്കും അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന 0യും 0.01 mm തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ എന്തായിരിക്കും? 0.001 mm തൊട്ട് 0.009, 0.01 mm വരെ ആയിരിക്കും അതിന്റെ ആ ഒരു ഡിവിഷൻ വരുന്നത് അല്ലെ? അതിന്റെ നെക്സ്റ്റ് ഡിവിഷൻ എന്തായിരിക്കും? 0 to 0.001 mm. അതിന്റെ നെക്സ്റ്റ് ഡിവിഷൻ എന്തായിരിക്കും? 0 to 0.0001 mm. അങ്ങനെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് 0 കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത വാല്യൂ എന്തായിരിക്കും നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുന്നത്, 0.0000000 എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതുന്നത്. അതായത് ഇത് കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റി അല്ല, ഇത് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്കെയിലിന്റെ അകത്ത് പോലും നമ്മുടെ യൂണിവേഴ്സിലുള്ള സ്റ്റാറുകളിൽ കൂടുതൽ മെഷർമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല.
അപ്പൊ നമ്മൾ സ്കെയിലിന്റെ ആ ഒരു മെഷർമെന്റ് എന്നുള്ളത് സമയം, അതായത് ടൈം ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നേരെ വരച്ചിരിക്കുന്ന ഒരു ടൈം ലൈൻ, അതായത് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് എന്നുള്ള ഒരു ടൈം ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ സ്കെയിലിന്റെ മെഷർമെന്റ് പോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇന്റർവെൽസ് ഓരോ സെക്കൻഡും തമ്മിലുള്ള ഗ്യാപ്പിലുണ്ടാവും. അതായത് 1 നാനോ സെക്കൻഡ്, 0.01 നാനോ സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇന്റർവെൽസ് അതിനകത്തുണ്ടാവും. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇന്റർവെൽസ് തന്നെ 0 സെക്കൻഡ് ടു 1 സെക്കൻഡ് തന്നെ ഉണ്ടാവും. ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്കെയിലിന്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ മറക്കാണ്ട് ഓർത്തു വെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇനി ഞാനൊരു കഥ പറയാം. ഞാൻ കടയിൽ പോയിട്ട് ഒരു പേന മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പേന മേടിക്കാനായിട്ട് എനിക്കൊരു 10-200 കടകൾ എന്റെ ചുറ്റുപാടും തന്നെയുണ്ട്. അതിൽ ഏത് കടയിൽ വേണമെങ്കിലും പോയിട്ട് എനിക്ക് ആ പേന മേടിക്കാൻ പറ്റും. അങ്ങനെ പേന മേടിക്കാൻ ഞാൻ നടന്ന് ആദ്യത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു പേന വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ ഈ കടയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി നല്ല കട ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കടയിൽ കയറിയില്ല. നേരെ മറിച്ച് ഞാൻ ഈ കടയിൽ കയറിയിട്ടാണ് പേന വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഞാനിപ്പോ പറഞ്ഞത് ആദ്യത്തെ കേസായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ രണ്ടാമത്തെ കേസ് പറയാം. അതായത് ഞാൻ ഈ 2 കടകളുടെ നടുക്ക് നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഏത് കടയിൽ കയറണം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ കട ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ കടയിൽ കയറിയിട്ട് പേന, കുറച്ചുകൂടി നല്ല പേന മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയെന്ന് വിചാരിക്കാം. അതായത് ആദ്യത്തെ കേസിൽ ഞാൻ ആദ്യത്തെ കടയിൽ പോയിട്ട് പേന വാങ്ങിച്ചു, രണ്ടാമത്തെ കേസിൽ ഞാൻ രണ്ടാമത്തെ കടയിൽ പോയിട്ട് പേന വാങ്ങിച്ച് തിരിച്ചു വന്നു എന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ പേന വാങ്ങണം എന്നുള്ള ഒരു സെനാരിയോക്ക് 2 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അതായത് ആദ്യത്തെ കടയിൽ നിന്ന് മേടിച്ചു, പിന്നെ രണ്ടാമത്തെ കടയിൽ നിന്ന് മേടിച്ചു. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കാം. അതായത് പേന എവിടെ നിന്ന് മേടിക്കണമെന്ന് ഞാനിങ്ങനെ ആ നടുക്കുന്നിട്ട് 2 കടയുടെ നടുക്കുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പേന താഴ്ത്തി എടുക്കുന്നത് ഞാൻ കണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 കടയിലും കയറിയില്ല. ആ താഴ്ത്തി എടുക്കുന്ന പേന ഞാൻ കൈവരിൽ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊന്ന് മൂന്നാമത്തെ സെനാരിയോ. അപ്പോൾ ഇവിടെ 3 സെനാരിയോ, അതായത് ഒരേ സിറ്റുവേഷനിൽ 3 സെനാരിയോ ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതാണ്. അതായത് ഞാനിപ്പോ ഈ പറഞ്ഞ 3 സിറ്റുവേഷനും 3 ഓൾട്ടർനേറ്റ് റിയാലിറ്റി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ 3 ഓൾട്ടർനേറ്റ് റിയാലിറ്റിക്കും 3 തരത്തിലുള്ള ഫ്യൂച്ചർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ താഴ്ത്തിടന്ന പേന കിട്ടിയ മൂന്നാമത്തെ സെനാരിയോ എന്ന് വിചാരിച്ചോ. ആ പേന ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അതാണ് അതിന്റെ റിയാലിറ്റി. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഞാൻ ഇപ്പൊ രണ്ടാമത്തെ സെനാരിയോയിൽ കുറച്ചുകൂടി നല്ല കടയിൽ കയറിയില്ലായിരുന്നു. ആ പേന വീട്ടിൽ കൊണ്ട് നോക്കിയപ്പോൾ ആ പേന താഴത്ത് വീണ് എന്റെ നിബ്ബ് പൊട്ടിപ്പോയി. അപ്പോ അതിന്റെ ഫ്യൂച്ചർ ഡിഫറെന്റ് ആയിരിക്കും. നേരെ മറിച്ച് ഒന്നാമത്തെ കടയിൽ നിന്നാണ് ഞാൻ പേന മേടിക്കുന്നത്, അതായത് ആദ്യത്തെ സെനാരിയോ ആണെങ്കിൽ ആ പേന പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു. അത് മൂന്നാമത്തെ ഫ്യൂച്ചർ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 3 ഓൾട്ടർനേറ്റ് റിയാലിറ്റി, അതായത് 3 ബ്രാഞ്ച് ചെയ്തേക്കുന്ന ഒരു 3 റിയാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരേ സിറ്റുവേഷൻ 3 ഓൾട്ടർനേറ്റ് റിയാലിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ആയി പോയി എന്നുള്ളതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്കെയിലായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഓരോ മില്ലി സെക്കൻഡ്, ഓരോ മൈക്രോ സെക്കൻഡ്, ഓരോ നാനോ സെക്കൻഡും നമ്മുടെ ഡിസിഷൻ അനുസരിച്ച് പല ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ശരിക്കും മെനി വേൾഡ് തിയറി എന്ന് പറയുന്നത്. അതായത് 0 to 1 മെഷർമെന്റിന്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ 0 to 1 സെക്കൻഡ്സിന്റെ അകത്ത് തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സിലേക്ക് തിരിച്ചു വരാം. അതായത് ഞാനൊരു ടൈം മെഷീൻ കണ്ടുപിടിച്ച് ഒരു 2 പതിറ്റാണ്ട് പുറയിലോട്ട് പോയി എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ബ്രോക്കറായിട്ട് ആക്ട് ചെയ്തു. ഇവർ തമ്മിൽ കണ്ടുമുട്ടേണ്ട ആ ഒരു സിറ്റുവേഷൻ ഞാനവിടെ ഒഴിവാക്കി. അതായത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെയും എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്ട് ഞാൻ ഒഴിവാക്കി. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഗ്രേറ്റ് ഗ്രാൻഡ് മദറും തമ്മിൽ കണ്ടുമുട്ടിയില്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇവരെ പോയി കണ്ടുമുട്ടിക്കാണ്ടിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഡിസിഷൻ അനുസരിച്ച് ഓരോ ഡിസിഷനും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും അവിടെ ഉണ്ടായത്. അതായത് ഞാനിപ്പോ എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെയും ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ ഇങ്ങനെ കണ്ടുമുട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു റിയാലിറ്റി ആയിട്ടായിരിക്കും പോകുന്നത്. എന്റെ ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ടൈം ലൈൻ അവിടെ തന്നെ ഉണ്ടാവും. അതായത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെയും ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം മെഷീൻ കണ്ടുപിടിച്ചിട്ട് വന്ന ആ ഒരു ടൈം ലൈൻ ശരിക്കും ഡിസ്റ്റർബ്ഡ് അല്ല, അത് അവിടെ തന്നെ ഉണ്ട്. ഞാനത് ഡിസ്റ്റർബ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ അവിടെ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു നിമിഷം പോലും വേറൊരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി അവിടെ ഉണ്ടായി. ഇതിനെയാണ് ശരിക്കും മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ടൈം ട്രാവൽ ടു ദ പാസ്റ്റ് ശരിക്കും പോസിബിൾ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഫ്യൂച്ചർ ഹ്യൂമൻസ് ഒരു 3100-ലോ 3200-ലോ ഒക്കെ ഉള്ള ഹ്യൂമൻ ബീങ്സ് ടൈം ട്രാവൽ അത്രയും ടെക്നോളജിയെ കണ്ടിട്ട് ടൈം ട്രാവൽ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചു. അവർക്ക് എന്തായാലും ആ ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ 2024 അല്ലെങ്കിൽ ഈ കാലഘട്ടത്തൊക്കെ ഈ ഒരു എറയിൽ വന്ന് നിൽക്കണം. പക്ഷെ ഇതുവരെയായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവത്തെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പോ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? അതിന് കുറച്ച് റീസൺസ് ഉണ്ട്.
ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ടൈം ട്രാവൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് ഒരിക്കലും ടൈം ട്രാവൽ പോസിബിൾ അല്ല. അതായത് ടൈം ട്രാവൽ ടു ദ പാസ്റ്റ് പോസിബിൾ അല്ല, പക്ഷെ ടൈം ട്രാവൽ ടു ദ ഫ്യൂച്ചർ പോസിബിൾ ആണ്. അതിന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു കൺക്ലൂഷൻ എന്താ വെച്ചാൽ ഈ ഒരു ഇറ, അതായത് ഒരു 21ാമത്തെ സെഞ്ചുറി അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒരു 10,000 വർഷങ്ങൾ എന്ന് വിചാരിച്ചു, ആ ഒരു 10,000 വർഷങ്ങൾ ശരിക്കും നല്ല ബോറായിട്ടുള്ള ഒരു കാലം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടം അല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഫ്യൂച്ചർ ഹ്യൂമൻ ബീങ്സ് ഈ ഒരു ഇറയിലേക്ക് ടൈം ട്രാവൽ ചെയ്യാത്തത്. മൂന്നാമത്തെ ഒരു കൺക്ലൂഷൻ എന്താ വെച്ചാൽ ഈ ടൈം ട്രാവലേഴ്സ് എല്ലാം എവിടേക്കോ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതായത് പുറം ലോകം അറിയാണ്ട് ഒരു അനോണിമസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഇപ്പൊ ചിലപ്പോൾ ഞാനൊരു ടൈം ട്രാവലർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു ടൈം ട്രാവലർ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പേടിപ്പിക്കുന്ന കൺക്ലൂഷൻ എന്താ വെച്ചാൽ ടൈം ട്രാവൽ ടു ദ പാസ്റ്റ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പോസിബിൾ ആണ്, പക്ഷേ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു ടൈം മെഷീൻ എടുത്തിട്ട് 1920 ടൈം ട്രാവൽ ചെയ്തു എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ എവിടേക്കോ പ്രതീക്ഷപ്പെട്ടു, പക്ഷേ എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അതായത് ഞാൻ 1920 സ്റ്റക്കായി പോയി. അതിന്റെ റീസൺ എന്താ വെച്ചാൽ 1920 ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഒരു ടൈം മെഷീൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ശരിക്കും ഒരു റീസൺ ആയിട്ട് ഇവിടെയൊക്കെ പറയുന്നത്. ടൈം ട്രാവൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ടൈം ട്രാവൽ പോസിബിൾ അല്ല, ഇത് ശരിക്കും ഫേക്ക് ആണ്, ഒരിക്കലും നടക്കാത്ത ഒരു സംഭവമാണ്, ഹൈപ്പോത്തറ്റിക്കൽ ആണെന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ടൈം ട്രാവൽ ശരിക്കും പോസിബിൾ ആണെന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ടൈം ട്രാവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പാരഡോക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.